ഈ ഒരു സാധനം എക്സ്ട്രാ അയച്ചെടുത്തിട്ട് ഈ ഒരു പൈപ്പ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും പണി കിട്ടിയേനെ. ഹേ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മങ്കി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ SJ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് എന്ത് വീഡിയോ ചെയ്യാൻ പോകണമെന്നുള്ളത്. എക്സാക്ട്ലി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ മോഡിഫിക്കേഷൻ ഭാഗമായിട്ട് നമ്മൾ HKSൻ്റെ ഒരു സിംഗിൾ ടിപ്പ് വരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സോസ്റ്റ് മഫ്ലർ മേടിച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഏകദേശം 3900 സംതിങ് ആയി. ആമസോണിലാണ് മേടിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സപ്പോസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. അതായത് നമുക്കൊരു നമ്മുടെ സ്വിഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എക്സോസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഹെഡർ മൊത്തം ചെയ്യണം എന്നായിരുന്നു, ഡൗൺ പൈപ്പ് ഫുൾ പൈപ്പ് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ MVD അറിയാലോ, MVD നല്ല സീനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയെന്നാൽ പിന്നെ ഈ ഒരു HKSൻ്റെ എൻഡ് പൈപ്പ് മാത്രം ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ ആണെങ്കിലും കട്ട് ചെയ്ത് മാറ്റാമല്ലോ, ഒറിജിനൽ സൈലൻസറിലേക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് മേടിച്ചിരിക്കുകയാണ്. ഇത് HKS ബ്രാൻഡാണ്. ഇവിടെ ഹൈ പവർ HKS എന്നുള്ളൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു DB കില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡെസിബൽ കില്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലൗഡായിരിക്കും. അതല്ലാതെ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല, ബിക്കോസ് MVD പിടിച്ചു കഴിഞ്ഞാൽ നല്ല സീനാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും ചെയ്യണേ എന്നുള്ള കുറേ കമൻസ് വരും. അത് ഞാൻ പറയാം. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ അത് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ വീണ്ടും കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ പഴയതിലേക്ക് മാറ്റും. നമ്മുടെ ഈ ഒരു ആഗ്രഹം എപ്പോൾ തീരുമെന്ന് വെച്ചാൽ MVD പിടിച്ച് ഫൈനും അടിച്ച് സൈലൻസർ മാറ്റിച്ച് കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഒരു സീൻ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിർത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ HKSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ മാത്രം ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ആ സെയിം കളർ പോലെ തന്നെ ഒരു ബ്ലൂ കളറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ DB കില്ലറിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ, ഒരു DB കില്ലർ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ നേരെ കാണാനും പറ്റും. കാണുന്നുണ്ടോ? ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ഡ്യുവൽ ടിപ്പ് വരുന്നുണ്ട്. ആ ഡ്യുവൽ ടിപ്പിന് ഏകദേശം 7000 ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ടിപ്പ് നമുക്ക് വേണ്ട. ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് സീനാവുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ഇനി ഇതിപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യണം, എവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റി മോളിൻ്റെ തൊട്ടടുത്തുള്ള സൺഷൈൻ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. കാറിൻ്റെ തന്നെ എല്ലാ മെക്കാനിക്കലാണെങ്കിലും ഇലക്ട്രിക്കലാണെങ്കിലും ഡെൻറ്റിങ്, പെയിൻറ്റിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ കാറ് റാമ്പിൽ കയറ്റിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഇത് ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ ആയതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ക്ലാമ്പ് പിടിപ്പിച്ചിട്ട് വേണം നമ്മുടെ ഈ സൈലൻസർ ഫിറ്റ് ചെയ്യാൻ. നമ്മുടെ പഴയ സൈലൻസർ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഇവിടെ അയച്ചിട്ട് എക്സ്ട്രാ കൊടുക്കാമല്ലേ? ഓക്കെ. ഇത് മാത്രം നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ചേഞ്ച് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു സാധനം എക്സ്ട്രാ അയച്ചെടുത്തിട്ട് ഈ ഒരു പൈപ്പ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും പണി കിട്ടിയേനെ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആളിപ്പോൾ ഇവിടുത്തെ ഈ പീസ് മാത്രം വേറെ ഒന്ന് വെച്ചിട്ട് ഇതിലേക്ക് വെൽഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ പേരാ? രവീന്ദ്രൻ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ HKSൻ്റെ സൈലൻസറിന് നമ്മൾ മോഡിഫൈ ചെയ്യാണല്ലേ? ഐ മീൻ ഈ ക്ലാമ്പ് നമുക്ക് വേറെ സെറ്റ് ചെയ്തേ പറ്റൂല അല്ലേ? ഓക്കെ. പിന്നെ ഈ എഡ്ജ് എങ്ങനെയാ കണക്ട് ചെയ്യാൻ പോകുന്നത്? വേറെ റീയൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ആ പൈപ്പ് ഇതേപോലത്തെ ബെൻഡ് ചെയ്യൂല്ലേ? അപ്പോൾ നമ്മുടെ ബെൻഡ് പൈപ്പ് വെൽഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ HKS സൈലൻസറിൻ്റെ കൂടെ ഫിറ്റ് ചെയ്ത് അതൊരു ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു.
അപ്പോൾ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് HKS സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് നമ്മൾ നമ്മുടെ കാറിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് സൗണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. ഇതിന്റെ സൗണ്ട് കേട്ട് നോക്കാം നമുക്ക്. സൗണ്ട് കേട്ട് നോക്കാം. ഇതിന്റെ സൗണ്ട് കേൾക്കട്ടെ. പേടിക്കണ്ട, പേടിക്കാൻ പാടില്ല. അവിടെ തന്നെ നിൽക്കട്ടാ, അവിടെ തന്നെ നിന്നോ. ആ കൊടുത്തോ. ആക്ച്വലി ഇതിൻ്റെ കണ്ടൻസേഷൻ പുകയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡെസിബൽ കില്ലർ ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്, ബിക്കോസ് സൗണ്ട് കുറവായിരിക്കും എന്ന് വെച്ചിട്ട്. ഈ ഡെസിബൽ കില്ലർ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു നോയ്സാണ് വരുന്നത്. ഇപ്പോൾ ഡെസിബൽ കില്ലർ ഞാൻ അയച്ചു വെച്ചത് കാരണം ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആയിട്ട് അതിൻ്റെ നോയ്സ് പക്കയായിട്ട് കേൾക്കുന്നുണ്ട്. അടിപൊളി സൗണ്ടാണ്, അതായത് ഒരുപാട് പ്രശ്നമില്ലാത്ത സൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഇത് ഒരു പ്രൊമോഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഈ വണ്ടിക്ക് ഞാൻ മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരിക്കൂ. ഇനി ലൈക്ക് ചെയ്യൂ, പറയൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ. താങ്ക് യു.